കാത്തുനിന്ന് ബോറടിച്ചോ ഷിയാബേ? ഇല്ലല്ല, ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. എന്റെ കളി കഴിഞ്ഞോട്ടെ രക്ഷ ഞാന്. അല്ലെങ്കിൽ ഇപ്പോഴും കളി നിർത്തിയിട്ടൊന്നുമില്ലേ? അയ്യേ, കളി നിർത്തിയുള്ള പരിപാടിയൊന്നുമില്ല. അല്ല, എന്റെ പൊരപ്പണിയൊക്കെ പോയി. പൊരപ്പണിയൊന്നും ആയില്ലേ? ഇനിയുണ്ട് ഒരുപാട് സാധനമൊന്നും കിട്ടുന്നില്ലാന്ന്. കോറി സമരവും അതും ഇതും ആയിട്ട് പിന്നെ സാമ്പത്തികം ലേശം ബുദ്ധിമുട്ടാണ്. അല്ല, അപ്പൊ പണിയില്ല എനിക്ക്? ഈ ബസ് പോലെ ബസ് പോലുണ്ട്. നാളെ കേറണോ? പിന്നാന്ന് പറഞ്ഞാൽ മാസം ഒരു 15 ഡ്യൂട്ടിയാ കിട്ടുക. അതൊക്കെ കിട്ടിയിട്ട് ഇപ്പൊ എന്താ ചെയ്യപ്പോ? എനിക്കറിഞ്ഞൂടെ ഇപ്പൊ കാര്യങ്ങളൊക്കെ. പിന്നെ സുമേഷേ, ഞാനെന്നെ കാണാൻ വന്നത് വേറൊരു കാര്യത്തോട് വേണ്ടിട്ടാ. എന്താ ഷിയാബേ, എന്താ കാര്യം? ഞാനിപ്പോ താമസിക്കുന്ന വാടകക്കാണ്, നിനക്കറിയാലോ. 2-3 മാസത്തെ വാടക കൊടുക്കാണ്ട്. അപ്പൊ അയാളാണെങ്കിൽ വിളിച്ചിട്ട് ഇങ്ങനെ കിറുകിറ് പറയുന്നു. തൽക്കാലം ഈ കുറച്ച് പൈസ തന്ന് സഹായിക്കുകയാണെങ്കിലേ വലിയൊരു ഉപകാരമാണ്. അത് കുഴപ്പമില്ല, അത് നമ്മൾ സെറ്റാക്കാം. അല്ലേ, എനിക്ക് ഗൾഫിലേക്ക് ഒരു പേപ്പർ സെറ്റാക്കി എനിക്ക് പോകാൻ പറ്റുമോ? അത് പ്രശ്നമല്ലേ, ഇങ്ങോട്ട് പോകാനും റെഡിയാ. പിന്നെ ഓരോ പ്രശ്നമുണ്ട്. വലിയൊരു എമൗണ്ട് കൊടുത്ത് പോകാനൊന്നും എനിക്കറിയാലോ, എന്റെ സാഹചര്യം ഇപ്പൊ അറിയാലോ. അത് കുഴപ്പമില്ല. ഞാൻ ചെക്കന്മാരെ വിളിച്ചിട്ടേ, പൈസ ഇല്ലാത്ത ഇഷ്ടംപോലെ വിസകളുണ്ടല്ലോ, വീട്ടു ജോലിയും കാര്യമൊക്കെ ആയിട്ട്, ഡ്രൈവർമാരൊക്കെ ആയിട്ട്, അതൊക്കെ നോക്കുന്നാല്. പിന്നെ ഞാൻ പറഞ്ഞ പൈസ ഇനി നാളെ വൈകുന്നേരത്തേക്ക് റെഡിയാക്ക്. പിന്നെ കൂട്ടത്തിൽ തന്നെ പേപ്പറിന് നോക്കി. പ്രശ്നമൊന്നുമില്ല. പറയാം. ഉസേ, എന്തൊക്കെ പിന്നെ അല്ലടാ, ഇത് നോക്കിയോ? ഓയിലും വെള്ളമൊക്കെ നോക്കിയോ? ഡയറോ ഒക്കെ അല്ലേ? ഷിയാബ്ക്ക, ഇന്നത്തെ കൂലി നിങ്ങള് ഈ തരണോ? കാരണം എനിക്കൊരു നാളെ ലോൺ അടിക്കാണ്ട്. അപ്പൊ ഇന്നത്തെ പൈസ നാളെത്തേല് പിടിക്കാം. ഓക്കെ അല്ലേ? മുസി, അത് കുഴപ്പമില്ലടാ. അതെന്താ ചെയ്യാ, വൈകുന്നേരമായിട്ടല്ലേ. ബാലുശ്ശേരി ഒരാളാ? 23. ആരിഫേ, നമ്മളെ സമയം എടുത്താട്ടോ പോയെ, താമസിച്ചിട്ട് ചോദിക്കണം കേട്ടോ. താമസിച്ചേ
ആരിപ്പേ ആരിപ്പേ ഷിയോ വന്ന് കൊനോ കാര്യം ചോദിച്ചിട്ടുണ്ട് ബാക്കി വാ വാ പണിയിലുണ്ട് നീ എന്ത് പണിയാ ചെയ്യാ ചെയ്യുന്നത്? ഞങ്ങൾ ടൈമിനാ വണ്ടി എടുത്തോണേ. ഞങ്ങൾ എന്ത് വായക്കാരന്റെ കയ്യൊക്കെ വാങ്ങാൻ തന്നെയായിരുന്നേ. ചെങ്ങന്മാർ നിങ്ങളെ സമയം എടുത്ത് ഞാൻ പോരിലുണ്ടോ? നിങ്ങളൊന്ന് കണ്ടു കൊഞ്ഞ മുമ്പിൽ എന്നും മുമ്പോട്ടല്ലേ പോലെ ഒരു ചെങ്ങായി പൈസ തരാണ്ടായിട്ട് അങ്ങനെ 1 മിനിറ്റ് 2 മിനിറ്റ് നേരം വയ്യാണ്. അത് യാത്രക്കാരും ചിന്തിക്കേണ്ടത്. ടിക്കറ്റ് എടുത്ത് പൈസ ഇങ്ങനെ കൈമിൽ പിടിച്ചോണ്ട് വണ്ടിയിൽ ഇറങ്ങിയിട്ടാ പൈസ തരിക. സംഭവമൊക്കെ ശരിയാ, പക്ഷെ 2 സ്റ്റോപ്പെങ്കിലും ഒഴിവാക്കിട്ട് പോകണ്ടേ? അങ്ങനെ പോവാണെങ്കിൽ പ്രശ്നമാക്കണ്ട. ഇനി ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കണ്ട. എന്ത് ചെയ്യാനപ്പോ? നമുക്ക് 2, 3 മിനിറ്റും 5 മിനിറ്റും ഉള്ളത്. എന്നിട്ട് തന്നെ പരക്കം പാച്ചിൽ പായാണ്, ഓടി തന്നെയാണ്. അതിനിടയിൽ കൂടെ യാത്രക്കാർ പൈസ തരാണ്ട് 1, 2 മിനിറ്റ് നേരം വരിക. എന്റെ ഒരു കുറച്ച് ചിന്തിക്കണ്ടേ യാത്രക്കാരും? എന്ത് ചെയ്യാനാ? നമ്മളെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകും. ഇങ്ങോട്ടാ ഓ കൊയിലാണ്ടി പാലസിനുള്ളിൽ കൊയിലാണ്ടി മുമ്പിലാ ഓക്കെ. കൊയിലാണ്ടി പാലസിനുള്ളിൽ കൊയിലാണ്ടി പാലസിനുള്ളിൽ കൊയിലാണ്ടി കൊയിലാണ്ടി കേറി അല്ല നോക്കണേ പിടിക്കുക കൊയിലാണ്ടിയാ 35 കേട്ടോ. 5 ഉണ്ടായില് 5 ഇല്ല, ചില്ലറല്ല. 5 ഇല്ല, ബാക്കി തരാം. എങ്ങോട്ടാ മോനെ? ഒരു ഈങ്ങാപ്പുഴ. അല്ല, നിങ്ങൾ വിളിച്ചൊന്നും കേട്ടില്ലേ കൊയിലാണ്ടി എന്നുള്ള? പിന്നെ നിങ്ങൾ ഈങ്ങാപ്പുഴ കാണാൻ പാഞ്ഞു കയറുന്നത്? നിങ്ങൾ ചെവി വെക്കൂല?
അല്ല ചെങ്ങ ഇനി ഇത് നോക്കുന്നുണ്ട് ഏറൊക്കെ നോക്കി ആളെ കയറ്റാൻ അല്ലേ തന്നെ നേരെ അല്ല ഷിയാബ്, ഒരു പ്രായമുള്ള മനുഷ്യൻ ബസ് കയറി മനുഷ്യനോട് എങ്ങനെ പറയേണ്ടത്? ഒരു പ്രായമുള്ള മനുഷ്യനല്ലേ, മാറിക്ക്. നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടേ? ഇങ്ങാപ്പോ എങ്ങോട്ടാ പോണ്ടേ? പോണ്ടേ ഇങ്ങോട്ടേക്കാ ഇങ്ങാപ്പോ എങ്ങോട്ടാ? സ്റ്റാൻഡിൽ വരി, ഞാൻ സ്റ്റാൻഡ് അടിവാരം ബസ്സിലേക്ക് കയറ്റി തരാം. മെല്ലെ 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 അല്ലടോ ഓനെന്ത് മനുഷ്യനാടോ പറഞ്ഞിട്ട് കാര്യല്ല. ഒരു ബൈക്ക് പോകുമ്പോ അവരെന്തൊന്നും ഓരില്ലോ. അല്ല ഷിയാബ്, എങ്ങനാണോ ഒരു പ്രായമുള്ള മനുഷ്യനെ പറയല്? അത് അറിയായിട്ടല്ലേ? ഇവിടെ ഒന്ന് രാവിലെ ഓരോ തലവേദന അതിന്റെ പറഞ്ഞു വേണം എന്നെ രാവിലെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താ ചെയ്യാ രാവിലെ ഇങ്ങനെ തന്നെ എന്താ പ്രശ്നണ്ടേ? പറയണ്ട ഇനി ഓരോ ചൊറക്കേസ് വല്ലാത്തൊരു കോളായി പോയി. ഷക്കീർ എനിക്ക് എത്ര ചെലവ് ചെലവുണ്ടായുള്ള 50 റുപ്യ ചെലവേ ഉള്ളൂ, ചോറിൻ്റെ അതേ ഉള്ളൂ, അല്ലാണ്ട് വേറെയും ചെലവൊന്നുമില്ല. ഹുസൈൻ എനിക്ക് എത്രയാണ് ചെലവെന്ന് എത്ര ചെലവുള്ളതെന്ന് പറയും. ഇത് രാവിലത്തെ ചായയും കടിയും റുപ്യ 24. 24. പിന്നെ ഉച്ചക്ക് ചോറ് മാത്രമേ ഉള്ളൂ. ചോറ് 50 റുപ്യ അല്ലേ? പിന്നെ വൈകുന്നേരം ചായയും കടിയും. 24 അല്ലേ? അപ്പൊ എത്ര ഈ 98 അതേ ഉള്ളൂ. അല്ലടോ അതിന്റെ അടുക്ക് ഒരു നാരസമില്ലേ ഉച്ചക്ക്? നാരങ്ങ സോഡ കീഴിൽ കൂട്ടി അത് 15 റുപ്യ. അപ്പൊ 113 റുപ്യന്റെ ചെലവ്. വെറുതെ എന്റെ പൈസ പോണേ ഓരോ കുടിച്ചിട്ട് ബാക്കി പൈസ ഉണ്ടാകും. നിങ്ങൾ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയപ്പോ ഞാൻ വിചാരിച്ച് നിങ്ങളെ വകയായിരിക്കും. ക്ലീനിങ്ങോ ആ കയ്യിലുണ്ടോ? ഞാൻ രാവിലെ ഒരു കാര്യങ്ങൾ ചോദിച്ചില്ലായിരുന്നു, ആ. പൈസന്റെ ആ. ഉണ്ടാവോ? അല്ല നിനക്ക് നിർബന്ധ ആരോടെങ്കിലും കിട്ടുമോ? വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമോ? ഞാൻ വേറെ ആരോടും ചോദിച്ചല്ല, നിങ്ങൾക്ക് അറിയാലോ. നല്ല മുസിയെ പിന്നെ 1000 അല്ലേ ചോദിച്ചു? 1000 ഉണ്ട്. എണ്ണൂക്ക് 1000 അല്ലേ? നോക്ക് ഉണ്ട് 500. ഇതൊന്ന് 10 നേരത്തെ ഒക്കെ വന്ന് ക്ലിയർ ചെയ്തിക്കാം. ഇത് നാളെ നമുക്ക് 10 നാളെ എന്താ ചെയ്യാം? മുസിയെ നീ അവിടെ അതിൽ വെച്ച് കൂട്ടിയ കിട്ടിയില്ല. പെട്ടിയിൽ വെച്ച് കൂട്ടിയല്ലേ. മോനെ എന്തോ അപ്പൊ ബക്കർക്ക് അവിടെ വന്നിരുന്നു. എത്രയും പെട്ടെന്ന് ഈ വീട് ഒഴിഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അതെന്താ അയാൾ അങ്ങനെ പറഞ്ഞേ? കഴിഞ്ഞ മാസം പറഞ്ഞ 6 മാസം കഴിഞ്ഞിട്ട് ഒഴിഞ്ഞാൽ മതി എന്നാണല്ലോ. അപ്പൊ എന്താ ചെയ്യ എങ്ങനെ ആയാല്? നമ്മളിപ്പോ 3-4 മാസമല്ല വാടക ഒക്കെ കൊടുത്തിട്ട്. ചിലപ്പോ അയാൾ വേറെ ആർക്കോ കൊടുക്കാനോ എന്തോ ആയിക്കോ. എന്താ ചെയ്യ എങ്ങനെ ആയാല്? ആകെ പെട്ടിക്കല്ലോ. നിങ്ങൾ തൽക്കാലം അയാളെ വിളിച്ചിട്ടേ പിന്നെ 2 ദിവസത്തിനുള്ളിൽ തരാന്ന് പറയും. നാളെ ഞാൻ ബസ് കയറുന്നുണ്ടല്ലോ. തൽക്കാലം 1 മാസത്തെ പൈസ നമുക്ക് കൊടുക്കാം. അവിടെ തിരുമറി നോക്കട്ടെ ഞാൻ. അതൊന്ന് പറഞ്ഞു നോക്കട്ടെ, അയാൾ കേൾക്കായിരിക്കും. എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാ. നല്ല ദിവസം ഇനി ബുദ്ധിമുട്ടാവൂലേ? അതൊന്നും പ്രശ്നമല്ല ഷിയാബ്ക്ക, നമ്മളൊക്കെ ഒപ്പരം പണിയെടുക്കുന്ന ആൾക്കാരല്ലേ. പരസ്പരം മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെന്ത് സുഹൃത്തുക്കളാണ്.
ആ ഷിയാബേ ഇരിക്കി. ഇന്ന് ബസ് പോയില്ല? ബസ്സിൽ ആരാ ഉള്ളത്? ഇല്ല മുജിക, ഞാൻ ഇന്ന് പോയില്ല. ഞാൻ തൽക്കാലം ഡ്യൂട്ടിന്ന് ഇറങ്ങാണ്. അല്ല, ഇപ്പം ബസ്സിലൊക്കെ അത്യാവശ്യം 10 പൈസയൊക്കെ ഉണ്ടല്ലോ. പിന്നെ പണി ഇപ്പം നിർത്തി പോയിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? ജീവിക്കണ്ടേ? ആവൂലേ, എല്ലാ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ്. തലവേദന മടുത്തിട്ട്. പിന്നെന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസം 100 തന്നിട്ട് 500 പറഞ്ഞിട്ട് 400 വാങ്ങിക്കൊണ്ടുപോയി. ഇതൊക്കെ കണ്ടക്ടർമാർ നമ്മളെ കയ്യിൽ നിന്നല്ല പൈസ പോണ്. മതിയായി, മടുത്ത്. അല്ല, പിന്നെ ഇപ്പൊ എന്താ ഇനി കണ്ടേ? ഇനിയിപ്പോ എന്തെങ്കിലും ഒരു നമുക്കൊരു തൊഴില് വേണ്ടേ? അതിനിപ്പോ എന്താ ഏർപ്പാട് കണ്ടുക്കോ? തൽക്കാലം ഒരു പേപ്പർ റെഡി ആയിട്ടുണ്ട് സൗദിക്ക്. ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്നാ പിന്നെ ഒന്ന് പോയി നോക്ക്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ബസ് ലേസൊക്കെ ഒരു ഗുണത്തിലാണെങ്കിലും ഭാവിയിലേക്ക് അത് ഇനി എന്താവെന്ന് പറയാൻ പറ്റൂല. പിന്നെ പോയൊക്കെ വാ. ഇനി വരുമ്പോ ബസ് ഉണ്ടെങ്കിൽ ഒരു പണി എനിക്ക് തരും. എന്നാ മുജിക, ഞാന് ഇറങ്ങട്ടെ. ഷിയാബേ, ഒന്നടക്ക്. എന്നാ പോണേ കിടക്ക്. ഒന്നും കൂടി ചേർത്ത് വാ. അയ്യോടെ മുജിക.